അവധിക്കാലത്ത് നാട്ടിലുള്ളപ്പോൾ ഞാൻ എൻ്റെ മൂത്ത 3 കുട്ടികളെ വീട്ടിൽ നിന്ന് കൂട്ടി പുറത്തെ നഗരക്കാഴ്ചകൾ കാണാനായി പോകും. പയ്യാമ്പലം ബീച്ച്, ബേബി ബീച്ച്, ലൈറ്റ് ഹൗസ്, കണ്ണൂർ കോട്ട, അങ്ങനെ മാറി മാറി ഓരോ പ്രാവശ്യവും. പിന്നെ മടങ്ങുമ്പോൾ ഷവർമയും ഐസ്ക്രീമും. എന്നും അവരെ കൂട്ടി ഓട്ടോയിലോ കാറിലോ ആയിരിക്കും പുറപ്പെടുന്നത്. വീടിന് കുറച്ചടുത്തായി വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് അവിടുത്തെ ഖബർസ്ഥാൻ മൈതാനമുള്ളത്. എന്നും അവിടെ എത്തുമ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞ് കുട്ടികളെ വണ്ടിയിൽ തന്നെ ഇരുത്തി ഉപ്പ ഇപ്പ വരാട്ടോ എന്ന് പറഞ്ഞ് മൈതാനത്തിന് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞു വരും. ഇത് പലപ്പോഴും ആവർത്തിച്ചപ്പോൾ ഒരു ദിവസം എൻ്റെ 2ാമത്തെ മോൻ എന്നോട് ചോദിച്ചു, എന്നും ഇവിടെ എത്തുമ്പോൾ എന്നും ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഉപ്പ ഇതെവിടേക്കാ ഇങ്ങനെ പോണേ? ഞാൻ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി ചിരിച്ചു. എന്താണ് ഞാൻ അവനോട് പറയുക? നിങ്ങൾക്ക് 5ഉം 3ഉം 9 മാസം പ്രായമുള്ളപ്പോൾ അർബുദം കവർന്നെടുത്ത് കൊണ്ടുപോയ നിങ്ങളുടെ ഉമ്മയാണ് ആ മതിൽക്കെട്ടിനകത്ത് കിടക്കുന്നതെന്നോ? വേണ്ട, ഇപ്പോൾ അവരതറിയണ്ട. കാരണം ഉമ്മയില്ലാത്തതിൻ്റെ കുറവ് അറിയിക്കാതെ അവരെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഉമ്മാമ്മയും എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന മൂത്തുമ്മയും. കാലം നിങ്ങളിൽ തിരിച്ചറിവുണ്ടാകുന്ന കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ എന്തിനാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നുപോയതെന്ന്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. സത്താർ കണ്ണൂർ എഴുതിയ അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ. സമർപ്പണം വിഷൽ ഫേസ്ബുക്ക്.